300 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കുറുക്കോളി മൊയ്തീനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലും. കേരളമാകെ ചർച്ച ചെയ്ത മെസ്സി വിവാദത്തിനൊടുവിൽ പ്രതീകാത്മക മെസ്സിയെ കളത്തിലിറക്കി തിരൂരിൽ UDFന്റെ തിരഞ്ഞെടുപ്പ് റാലി. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന തിരൂരിലാണ് UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീന്റെ പ്രചാരണാർത്ഥം യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക മെസ്സിയെ തിരൂരിൽ ഇറക്കിയത്. തുറന്ന വാഹനത്തിൽ ആരാധകരെ അഭിവാദ്യം ചെയ്ത് നഗരത്തിലെത്തിയ പ്രതീകാത്മക മെസ്സി തടിച്ചുകൂടിയ UDF പ്രവർത്തകർക്കിടയിലൂടെ സഞ്ചരിച്ചപ്പോൾ ആവേശമായി. പരിപാടിയും അണിനിരന്നാലും കേരളത്തിന് തന്നെ അപമാനമായ കായിക മന്ത്രിക്ക്, കേരളത്തിൽ പറഞ്ഞ പാലിക്കാത്ത ഒരു ഇഞ്ച് പോലും വിട്ടു നൽകാൻ ഒരു സമര ചരിത്രത്തിനിട ഈ തിരൂരിന്റെ മണ്ണ് സാക്ഷിയാവുകയാണ്. ഈ നാടിനെ പറഞ്ഞു പറ്റിച്ച ഒരു മന്ത്രിക്ക് ഈ തിരൂരിന്റെ മണ്ണിൽ ഒരു തരി മണ്ണ് പോലും വിട്ടു നൽകും. കൊണ്ടുവരുമെന്ന് കേരളത്തിലെ ജനതയോട് പറഞ്ഞു നാടിനെ പറഞ്ഞു പറ്റിച്ചവർക്ക് ഒരായിരം ആദർശ വിളിച്ചറിയിക്കുന്നു. കായിക രംഗത്തെ അഴിമതികളും കെടുകാര്യസ്ഥതയും തുറന്നു കാണിക്കാൻ എത്തിയ പ്രതീകാത്മക മെസ്സി വൻ തരംഗമാണ് നഗരത്തിൽ സൃഷ്ടിച്ചത്. മന്ത്രി അബ്ദുറഹ്മാന്റെ ഭരണത്തിന് കീഴിൽ കായിക മേഖല നേരിട്ട തകർച്ച ചൂണ്ടിക്കാട്ടിയായിരുന്നു പരിപാടി. അഴിമതിയും കെടുകാര്യസ്ഥതയും കാരണം കേരളം ഇന്ത്യയുടെ കായിക ഭൂപടത്തിൽ നിന്നും പിറകോട്ടു പോയതായും മലപ്പുറത്ത് ദേശീയ നിലവാരമുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ പോലും മന്ത്രിയായിരിക്കെ അബ്ദുറഹ്മാന് സാധിച്ചില്ലെന്നും UDF ആരോപിച്ചു. ഫുട്ബോൾ ആരാധകർ കൂടുതലുള്ള സംസ്ഥാനത്ത് ഫുട്ബോൾ കളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പുതിയ അക്കാദമികളോ സംവിധാനങ്ങളോ ഒരുക്കിയില്ല. മെസ്സിയെ കൊണ്ടുവരുമെന്ന് 3 തവണ പ്രഖ്യാപിച്ച് ആരാധകരെ കബളിപ്പിച്ചു. മെസ്സിയെ കാണാൻ എന്ന പേരിൽ സ്പെയിനിൽ പോയി 16 ലക്ഷം രൂപയുടെ നഷ്ടം സംസ്ഥാന ഖജനാവിന് വരുത്തി തുടങ്ങിയ ആരോപണങ്ങളും ഉയർത്തിയായിരുന്നു പ്രതീകാത്മക മെസ്സിയുടെ യാത്ര. മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961300031. വിവിധ കായിക സംഘടനകളിൽ രാഷ്ട്രീയ നിയമനം നടത്തി കായിക മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകുന്നതിന് പകരം കമ്മീഷൻ ഫണ്ട് അടിച്ചുമാറ്റാൻ അവസരമുണ്ടാക്കിയെന്നും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മികച്ച കായിക പരിശീലനം നൽകുന്നതിന് പ്രത്യേക പദ്ധതികളൊന്നും ആവിഷ്കരിച്ചില്ലെന്നും 2022 സന്തോഷ് ട്രോഫി ഫൈനലിൽ ജേതാക്കളായ കേരള ടീം അംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകിയില്ലെന്നും UDF കുറ്റപ്പെടുത്തി. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലെ സ്റ്റേഡിയങ്ങളും കേടുപാടുകൾ പറ്റി ഉപയോഗരഹിതമായി കിടക്കുകയാണെന്നും 2022 കേരളം സന്തോഷ് ട്രോഫി നേടിയപ്പോൾ കളി നടന്ന മഞ്ചേരി സ്റ്റേഡിയം നവീകരിക്കുമെന്ന് പ്രഖ്യാപനം നടപ്പായില്ലെന്നും UDF പ്രസ്താവിച്ചു. മെസ്സിയെ കാണാൻ വൻ ജനാവലിയാണ് നഗരത്തിൽ തടിച്ചുകൂടിയിരുന്നത്. താഴെപ്പാലത്തൊരുക്കിയിരുന്ന ഷീവാക്ക് പരിപാടിയുടെ ഇടയിലൂടെയായിരുന്നു മെസ്സിയുടെ യാത്ര. ഷീവാക്ക് മഞ്ചേരി MLA UA ലത്തീഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വനിതാ ലീഗും മഹിളാ കോൺഗ്രസും സംയുക്തമായാണ് ഷീവാക്ക് ഒരുക്കിയത്. സിന്ധു മംഗലശ്ശേരി, PI റെയ്ഹാനത്ത്, K ആയിഷക്കുട്ടി, ആമിനുമോൾ തറമ്മൽ, ഫാത്തിമത്ത് സജന, KP റീന, വസന്ത പുളിക്കൽ തുടങ്ങിയവർ റാലി നയിച്ചു. UDF നേതാക്കളായ വെട്ടം ആലിക്കോയ, അഡ്വക്കേറ്റ് KA പത്മകുമാർ, ഫൈസൽ എടശ്ശേരി, അസീസ് മാവുങ്കുന്ന്, ഗോപാലകൃഷ്ണൻ, യാസർ പൊട്ടച്ചോല, യാസർ പയ്യോളി, നൌഷാദ് പരന്നേക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. എഡിറ്റർ ലൈവ്, തിരൂർ. തിരൂരിന്റെ നന്മ തുടരാൻ UDF സാരഥി കുറുക്കോളി മൊയ്തീനെ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലും. 87 കോടിയുടെ റോഡ് വികസനം, 57 കോടിയുടെ വിദ്യാഭ്യാസ വികസനം,
ആദവനാട് ഭിന്നശേഷി പാർക്ക് ഉൾപ്പെടെ 87 കോടിയുടെ സാമൂഹിക രംഗത്തെ ഇടപെടലുകൾ, 37 കോടിയുടെ ആരോഗ്യ വികസനം, 33,000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം, 300 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കുറുക്കോളി മൊയ്തീനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാലും. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂർ. അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961 300031.